രാമേന്ദ്ര സാറേ, ഈ SFIക്കാർ നിർത്തുന്നില്ലല്ലോ. കഴിഞ്ഞ ദിവസം പയ്യോളി ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഒരു പയ്യനെ ആൾക്കൂട്ട വിചാരണ ചെയ്ത് വളരെ ക്രൂരമായി മർദ്ദിച്ച് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. പയ്യൻ്റെ പേര് അമൽ. അപ്പം അവൻ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ്, മരിച്ചു പോകേണ്ടതാണ്. ഇത് ആരെയും ഭയമില്ല. ഈ CR അമലിൻ്റെത് സത്യത്തിൽ ഈ സിദ്ധാർത്ഥൻ്റെ കഥ പോലെ തന്നെ ഭീകരമാണ്. ആ അമലിൻ്റെ കഥയും കൂടി സമൂഹം ഇവിടെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ SFI, ഞാൻ മുമ്പൊരു ചർച്ചയിൽ SFIക്കാർ ഈ റാഗിങ്ങിൻ്റെ പേരിൽ കേരളത്തിൽ മറ്റേ മഹിജ തിരുവനന്തപുരത്ത് വന്ന് ജിഷ്ണു പ്രണോയ് സംഭവം, അതെ, അതിനുശേഷം SFIക്കാർ കേരളത്തിൽ നടത്തിയിട്ടുള്ള റാഗിങ്ങുമായി ബന്ധപ്പെട്ട ക്രൂരതകളുടെ പല കഥകൾ ഞാൻ അന്ന് പറഞ്ഞാണ്. അതെ അതെ. അപ്പം മഹിജ അന്ന് തിരുവനന്തപുരത്ത് പ്രക്ഷോഭം നടത്തിയതിനെ തുടർന്നെങ്കിലും ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളൊക്കെ ഇടപെട്ടിട്ട് ഈ ആർഷോയെ മാനസാന്തരപ്പെടുത്തുമെന്നും SFI നന്നാക്കും എന്നുമൊക്കെ ഞാൻ തെറ്റിദ്ധരിച്ചതാണ്. ഇവിടെ മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് സമാധാനം പുലരുന്ന എനിക്ക് ആഗ്രഹമുണ്ട്. അല്ല, ഈ സാറേ ഈ SFIയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആണോ ആർഷോയെ മാത്രം പറയുന്നതുകൊണ്ട് ഞാൻ ചോദിക്കും. അല്ല, SFIയുടെ ഒരു പാരമ്പര്യം അത് തന്നെയാണ്. ഞാൻ ഇപ്പോൾ നമ്മൾ പാരമ്പര്യം പറയുകയാണെങ്കിൽ വാടിക്കൽ രാമകൃഷ്ണന്റെ കഥയൊക്കെ പറയണമല്ലോ. അതിൻ്റെ പേരിൽ ചില ആളുകളുടെ പേരൊക്കെ ഉണ്ടല്ലോ. അതായത് ഒരു ഗുണ്ട വിളയാട്ടം ആണ് ഈ നടക്കുന്നത്. പക്ഷേ ആ ഗുണ്ട വിളയാട്ടം പാർട്ടിയെ തന്നെ കയറി പിടിക്കുന്നു എന്ന് വരുമ്പോഴെങ്കിലും ശാസിച്ച് നിലനിർത്തുന്നതാണ് ഞാൻ വിചാരിച്ചത്. കാരണം അന്ന് ആർഷോയെ ആ കാലത്ത് ഈ മഹാരാജാസിലെ ചില ആരോപണങ്ങളൊക്കെ വന്ന സമയത്ത് ആർഷോയെ MP ഗോവിന്ദൻ വിളിപ്പിച്ചതാണ്. ആർഷോയുടെ കഥ ഞാൻ കൂടുതൽ വേറെ പറയാം. ഈ അമലിൻ്റെ കാര്യത്തിൽ അമലിന് വെള്ളിയാഴ്ച ഈ കോളേജ്, ഇത് കൊയിലാണ്ടി R ശങ്കർ സ്മാരക കോളേജാണ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ്. അവിടെ BSc കെമിസ്ട്രി 2ാം വർഷ വിദ്യാർത്ഥിയാണ് CR അമൽ. ഈ അമൽ കുറച്ച് നാൾ മുമ്പ് അവിടെ ഒരു റാഗിങ്ങുമായി ബന്ധപ്പെട്ട് കോളേജിലൊരു അടി നടന്നിരുന്നു. ഈ അടിയുടെ സൂത്രധാരൻ, അതായത് റാഗിങ്ങിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടാണ്, അതാണല്ലോ അതിൻ്റെ ശരി. അതിൻ്റെ സൂത്രധാരൻ ഈ അമലാണെന്ന് പറഞ്ഞിട്ട് കോളേജ് യൂണിയൻ ചെയർമാൻ അഭയ് കൃഷ്ണ വെള്ളിയാഴ്ച ഇയാളെ വിളിച്ചുകൊണ്ടുപോയത് അടുത്തുള്ള വീട്ടുമുറ്റത്തേക്കാണ്. അത് അടച്ച് ഇട്ടിരിക്കുന്ന ഒരു വീടാണ്. അതിൻ്റെ മുറ്റത്തേക്ക് കൊണ്ടുപോയിട്ട് എന്തു പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അമലിൻ്റെ കൂടെ ചെന്ന ആളുകളോടൊക്കെ തിരിച്ചു പോക്കണം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു 25 അംഗ സംഘം, അതിൽ ഏരിയ കമ്മിറ്റി, SFIയുടെ മറ്റ് പ്രവർത്തകർ ഒക്കെ ഉണ്ട്. അവരെല്ലാവരും കൂടി ചേർന്ന് മർദ്ദിക്കുകയാണ്. ഒരു ആൾക്കൂട്ട മർദ്ദനം എന്ന് പറഞ്ഞാൽ SFIയുടെ ഏരിയ, ഇതിനകത്ത് പയ്യം പറഞ്ഞിരിക്കുന്ന SFIയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി, പിന്നെ ജില്ലാ കമ്മിറ്റിയുള്ള, പിന്നെ അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാരെ, പിന്നെ ഇവനെ മർദ്ദിക്കുന്നത് ഈ കോളേജിലെ യൂണിറ്റ് സെക്രട്ടറിയാണ്. ഇവർ വട്ടം നിന്നിട്ട് ഇന്നതുപോലെ എന്തു സാർ ഇത് 31 പേരെ ആണെന്ന് തോന്നണു ഇപ്പോൾ കോട്ടിപ്പോ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സർവകലാശാലയിലെ അതും 31 പേര് ഒരാളെ മർദ്ദിക്കുക. കാരണം സാധാരണ 8, 9, 10 അല്ലെങ്കിൽ പ്രീ ഡിഗ്രി വരുന്ന പിള്ളേർ അത്യാവശ്യം കൊച്ചു പിള്ളേരായതുകൊണ്ട് അത്യാവശ്യം വിഷയങ്ങളും അടിയൊക്കെ ഉണ്ട്. ഇത് 10, 25 വയസ്സ് കഴിഞ്ഞ് 28, 30 വയസ്സുള്ളൊക്കെ ഉള്ളവരായി വെറ്റിനറി കോളേജിൽ. അത് ഇങ്ങനെ ഇത്രയും മോശമായ അവസ്ഥ നിൽക്കുമ്പോഴാണ് ഈ വിഷയങ്ങൾ. അപ്പോൾ ഇവർക്ക് ആരെയും ഭയമില്ലാതെ പോകുന്ന ഒരവസ്ഥ. കൃത്യമായ നിയന്ത്രണം. കൃത്യമായ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ ഈ സാറി പറഞ്ഞതുപോലെ അതിൻ്റെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ നയിക്കുന്നവരിത് കൃത്യമായിട്ട് നിയന്ത്രിച്ചാൽ ഇതൊക്കെ നിൽക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇത് നയിച്ചത് ഇന്ന് ആർഷോ നയിച്ച പ്രസ്ഥാനമല്ലല്ലോ SFI എന്ന് പറഞ്ഞത്. ഇത് വളരെ കാലങ്ങൾ കൊണ്ടുണ്ട്. ഇത് തന്നെയാണ് അതിൻ്റെ പൈതൃകം. അതെ, അതെനിക്കറിയാം. അതായത് പണ്ടൊക്കെ എഴുതുകയും വായിക്കുകയും ചെയ്യുന്നൊക്കെ കുറച്ച് ആളുകളൊക്കെ എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. ഇപ്പോൾ സുരേഷ് കുറുപ്പ്, തോമസ് ഐസക്, CP ജോൺ എൻ്റെ സുഹൃത്തുക്കളാണ്. ആ കാലത്തും ഇപ്പോൾ മഹാരാജാസ് കോളേജിൽ SFIക്ക് ഗുണ്ടകളുണ്ട്. അത് വേറെ ആളുകൾ. അതല്ലെങ്കിൽ എറണാകുളം മാർക്കറ്റിൽ നിന്ന് CITക്കാർ വന്ന മറ്റേ കേസുകാർ തല്ലാറുണ്ടായിരുന്നു. അങ്ങനത്തെ സഹായങ്ങൾ എപ്പോഴും കിട്ടുമല്ലോ SFIക്ക്. ഇങ്ങനെയാണ് അത് എല്ലാ കാലത്തും പ്രവർത്തിച്ചു പോകുന്നത്. കാരണം ഈ ക്യാമ്പസുകൾ പിടിച്ചടക്കുന്നത്. ഇനി ഇത് നയിക്കുന്ന ഇയാൾ, ഈ ആർഷോ എന്ന് പറഞ്ഞ മണ്ണാർക്കാട്ടുകാരൻ,
അയാൾ എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് മഹാരാജാസ് കോളേജിൽ? 2019 ഡിസംബർ 2-ാം തീയതി SFI നേതാക്കൾ മദ്യപിക്കുന്നത് ആ കോളേജിൽ മുഹമ്മദ് അജാസ് എന്ന് പറഞ്ഞ KSU പ്രവർത്തകൻ കണ്ടു. ഈ മുഹമ്മദ് അജാസിനെ ഈ മർദ്ദിച്ചു. ആ മർദ്ദിച്ച കേസിൽ 1-ാം പ്രതിയാണ് ആർഷോ. അതെ. അപ്പോൾ ഇവർ മർദ്ദിക്കും എന്ന് കണ്ടിട്ട് മുഹമ്മദ് അജാസ് ഓടുന്നുണ്ട്. പണ്ടും അങ്ങനെ KSUക്കാർ മഹാരാജാസ് കോളേജിൽ ഓടുമായിരുന്നു, അതെനിക്കറിയാം. അപ്പോൾ അങ്ങനെ ഓടുമ്പോൾ റോഡിലിട്ട് തല്ലി ഈ അജാസിനെ. അത് കഴിഞ്ഞ് ബൈക്കിൽ കയറ്റിയിട്ട് അജാസിനെ ലോ കോളേജ് ഹോസ്റ്റലിൽ കൊണ്ടുപോയി. ആ ലോ കോളേജ് ഹോസ്റ്റലിൽ ഇട്ടിട്ട് കെട്ടിയിട്ട് മർദ്ദിച്ചു. എന്നിട്ട് അടുത്ത ദിവസം രാവിലെയാണ് അജാസിനെ വിടുന്നത്. ഈ അജാസ് കൊടുത്ത കേസിൽ അടുത്ത കാലത്താണ് ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ അജാസിൻ്റെ പിന്നാലെ ആർഷോ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്, കേസ് പിൻവലിക്കണം, സഹായിക്കണം എന്നും പറഞ്ഞിട്ട്. പക്ഷേ ഇങ്ങനൊരു കേസിൽ ഇയാൾ ഹാജരാകാതെ, കോടതിയിലൊന്നും ഹാജരാകാതെ പലതവണ വാറണ്ട് പുറപ്പെടുവിച്ചു കോടതി. എന്നിട്ടാണ് ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചിട്ടാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. പോലീസ് നല്ല നിലയിൽ സഹായിക്കുന്നുണ്ട് ആർഷോയെ. ആ കേസുമായി ബന്ധപ്പെട്ട് ഹാജരായില്ലെങ്കിലും ഒന്നും ഒരു ചോദ്യമില്ല. അപ്പോൾ പൂക്കോട്ട് സഫൈക്കാരെ ആക്രമിക്കുമ്പോഴും മറ്റേ കൊയിലാണ്ടിയിൽ അമലിനെ ആക്രമിക്കുമ്പോഴും ഒക്കെ അവരെ നയിക്കുന്ന നേതാവ് ഈ മർദ്ദനത്തിന് മാതൃക കാണിച്ച ആളാണ്. അവരാരെ കണ്ടാണ് പഠിക്കേണ്ടത്? ഈ ഗുണ്ടകൾ. അവരുടെ നേതാവ് തന്നെ ഗുണ്ടയാണ്. അപ്പം ഇങ്ങനെ ഒരാൾ നയിക്കുന്ന പ്രസ്ഥാനം ഒരു ഗുണ്ടാ പ്രസ്ഥാനം ആയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. എന്നിട്ട് ഇയാളുടെ ഒരു ജാതി അധിക്ഷേപ കഥയുണ്ടല്ലോ ആർഷോയുടെ. നിമിഷ രാജു MG യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടി, ദലിത് കുട്ടിയാണ്. ആ കുട്ടിയുടെ ജാതി പറഞ്ഞിട്ടാണ് ഇയാൾ ആക്ഷേപിച്ചിരിക്കുന്നത്. എനിക്ക് ഇയാൾ പറഞ്ഞ വാചകങ്ങൾ ഇങ്ങനെ പ്രേക്ഷകരോട് പറയാനായിട്ട് പ്രയാസമുണ്ട്. അല്ല, ആ കുട്ടി തന്നെ അത് വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതെ, പറഞ്ഞു. എന്നാലും അത് ഞാൻ പറയണമെന്നുണ്ടെങ്കിലും എനിക്ക് ആദ്യം അയാൾ ആ ജാതി വിളിക്കുന്നത് എൻ്റെ സംസ്കാരത്തിന് നിരക്കുന്നതല്ല. ആ ദലിത് കുട്ടിയെ ആ ജാതി വിളിച്ചിട്ട് പിന്നെ പറയുകയാണ്, നിന്നെ കൊണ്ട് തന്തയില്ലാത്ത കൊച്ചിനെ പ്രസവിപ്പിക്കുന്നു. ഇയാൾ എന്ത് നേതാവാണ് ഇയാൾ? എനിക്ക് ഇയാളുടെ സൃഷ്ടികർത്താക്കളെ പറ്റിയിട്ടാണ് സഹതാപം തോന്നുന്നത്. ഇങ്ങനൊരു മകനുണ്ടായിപ്പോയല്ലോ. ഇയാളാണ് കേരളത്തിൽ SFI നയിക്കുന്നത്, ആ പ്രസ്ഥാനം. ഒരു പ്രസ്ഥാനത്തിൽ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ പലതരത്തിൽ നടപടി എടുത്തിട്ടുള്ള പ്രസ്ഥാനമാണല്ലോ CPM. ഈ മർദ്ദന കേസ് ഉണ്ടായപ്പോൾ തന്നെ ആർഷോ എടുത്ത് മാറ്റേണ്ടതല്ലായിരുന്നോ? ഒരു മര്യാദയുള്ള ഒരാൾ എന്ത് കാരണം കൊണ്ടാണെങ്കിൽ തന്നെയും ഇപ്പം ആ പെൺകുട്ടി പറഞ്ഞ ഒരു വാചകവും അതിന് തുടർച്ചയുണ്ടായിട്ട് ഇപ്പോൾ സാറ് പറഞ്ഞ വാചകവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ പിന്നെ പ്രസ്ഥാനത്തിന് തലപ്പത്തിൽ വെച്ചിരിക്കാൻ പാടില്ല. അതിനകത്ത് വാസ്തവം ഉണ്ടെങ്കിൽ പരിശോധിച്ചിട്ട് പറഞ്ഞാൽ മനസ്സിലാവുന്നത്. അത് എന്ത് കാരണം, ഏത് എത്ര രാഷ്ട്രീയ ലാഭം ഉണ്ടാകുന്ന വിഷയമാണെങ്കിലും അത്തരത്തിലൊരു സ്ത്രീയോട് പെരുമാറുന്ന ഒരു ആൾ ഒരു കമ്മ്യൂണിസ്റ്റോ ഒരു SFIയോ ആവാൻ പാടില്ല. അത് ഇതൊന്നാമത് ജെൻഡർ ന്യൂട്രൽ പോലും അല്ല. ആദ്യത്തെ ഭാഗം ഞാൻ പറയാത്തതാണ്, എനിക്ക് പ്രയാസമാണ് അത് പറയാൻ. കാരണം നമ്മളൊന്നും അങ്ങനെയല്ല വളർന്നിട്ടുള്ളത്. ഇതൊന്നും കേരളം മര്യാദക്ക് ചർച്ച ചെയ്തിട്ട് പോലും ഇല്ല. കേരളത്തിന് അതിന് സമയമില്ല, മാധ്യമങ്ങൾക്ക് സമയമില്ല. കപട മതേതരവാദികൾക്ക് എങ്ങനെ വേണമെങ്കിലും ആകാം. ഒരു ദലിത് പെൺകുട്ടിയെ തെറിവിളിക്കാം. അത് ചർച്ച ചെയ്യത്തില്ല. സുരേഷ് ഗോപിയുടെ FIR ചർച്ച ചെയ്യുന്നുണ്ടെന്ന്. പക്ഷേ പെണ്ണുമ്പിള്ളെ തല്ലിക്കൊന്നെന്ന് പറഞ്ഞ കേസുള്ള ശശി ഗോപിക്കെതിരെ വ്യാജമായ വാർത്ത അത് കൃത്യമായിട്ട് എല്ലാ ചാനലിനെതിരായ മീറ്റു ചർച്ചയില്ല. അല്ലെങ്കിൽ അയാളുടെ ഭാര്യ മരിച്ചതിനെ പറ്റി ആരും ആശങ്കയുമില്ല. അപ്പൊ ഇതിനകത്തെല്ലാം ഈ പെയ്ഡ് ന്യൂസ് മാധ്യമങ്ങൾ ആരുടെയൊക്കെയോ കൈകളിൽ കരാള ഹസ്തങ്ങളിൽപ്പെട്ട് വാർത്ത പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വളരെ കാലം കൊണ്ട് സത്യത്തിൽ എല്ലാ രക്ഷാകർത്താക്കൾക്കും ഇപ്പം ഭീതിയുണ്ട്. ഓരോ കോളേജിൽ പഠിക്കുന്നവരുടെ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെയൊക്കെ വീട്ടിലൊക്കെ വല്ലാത്ത ഭയം കയറിയിട്ടുണ്ട്. കാരണം ഇയാളുടെ ഞാൻ ചില ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ ന്യൂസാണ് എൻ്റെ മേഖല എന്നുള്ളതുകൊണ്ട് ചില വാചകങ്ങളൊക്കെ വല്ലാതെ മനസ്സിൽ കിടക്കും. അതായത് സിദ്ധാർത്ഥിനെ ആ നടുമുറ്റത്ത് വെച്ച് തല്ലുമ്പോൾ
ഉറങ്ങിക്കിടന്നിരുന്ന ഹോസ്റ്റലിൽ വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് താഴെ കൊണ്ടുവന്നിട്ട് സിദ്ധാർത്ഥിനെ അടിച്ചിട്ട് പോകുമെന്ന് പറയുന്നുണ്ട്. ഈ 31 പേരല്ലാതെ അടുപ്പിക്കുക. ആ ഹോസ്റ്റലിൽ ഉറങ്ങിക്കിടന്ന പെൺകുട്ടികളെയൊക്കെ വിളിച്ചു കൊണ്ടുവന്നിട്ട് അടുപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഗുണ്ടകളാണല്ലോ തല്ലാൻ പറയുന്നത്, തല്ലാതിരിക്കാൻ എന്നിട്ട് തല്ലിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവർ ഹോസ്റ്റൽ മുറികളിലേക്ക് തിരിച്ചു പോയത്. ഞാൻ വായിച്ചതാ. എന്തൊരു ഭീകരോ സാർ ഇത്. ഓരോന്നോരോന്ന് അറിയുമ്പോൾ നമ്മൾ ഇത് വിദ്യാർത്ഥി സംഘടന ഒരിക്കലും വിദ്യാർത്ഥി SFI ന്യായീകരിക്കുകയൊന്നുമല്ല. SFI പോലെയുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ പാരമ്പര്യം അതിൻ്റെ ഭരണഘടന കേട്ട് വന്നിട്ടുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഈ പറയുന്നതൊന്നും. ഇതിനകത്ത് സാർ ഗവർണർ പറഞ്ഞതിനകത്ത് കാര്യങ്ങൾ പരിശോധിക്കണം. വളരെ ചില കാര്യങ്ങൾ പരിശോധിച്ചാൽ മതിയാവത്തുള്ളൂ. അതെ, മറപറ്റി നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുകയാണ് SFIയുടെ ലേബലിൽ. അത് പരിശോധിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. അത് വളരെ നിസ്സാരമായിട്ടല്ല നമ്മൾ പറയുന്നെങ്കിലും നിസ്സാര കാര്യമല്ല. സാർ ഇപ്പം പറഞ്ഞ കാര്യമൊക്കെ ആണെങ്കിൽ അതൊന്നും ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്കും അതൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. വിദ്യാർത്ഥി സംഘടനയല്ല അതിൻ്റെ പുറകെ. ഇപ്പൊ പേരുകൾ വന്നിട്ടുണ്ട് അക്രമികളുടെ. അവർ PFIയിലാണോ എന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല. പക്ഷെ പൂഞ്ഞാറിൽ അക്രമം നടന്നപ്പോൾ അക്രമികളുടെ പേര് മാധ്യമങ്ങളിലൊന്നും കണ്ടില്ല. പക്ഷെ നമുക്കറിയാം. പക്ഷെ ചില ആളുകൾ അക്രമം നടത്തിയ പേര് കൊടുക്കില്ല. പ്രീണനമാണ് അവിടെ. അങ്ങനെയാണ്. ഇതിൽ PFIയുടെ ഇൻവോൾവ്മെൻറ്റിൻ്റെ വേറെ ആംഗിളുകളൊക്കെ ഉണ്ട്. ഞാനതിപ്പോൾ പറയുന്നില്ല. വേറെ ചില സംഭവങ്ങളൊക്കെ ഇനി എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നതാണ് ഞാൻ കരുതുന്നത്. കാരണം ആ PFIയുടെ ഇൻവോൾവ്മെൻ്റൊക്കെ ശരിക്കും അന്വേഷിക്കപ്പെടേണ്ടതാണ്. മാത്രമല്ല ആ ഡീൻ എന്ന് പറഞ്ഞ ആൾ ക്യാരക്ടർ ഇല്ലാത്ത ആളാണ്. അയാൾ തൃശ്ശൂർ വെറ്ററിനറി കോളേജിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. അവിടെ വെറ്ററിനറി കോളേജിൽ ഒരു ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു ഇയാൾക്ക് താമസിക്കാൻ. ഇയാൾ പൂക്കോട്ട് പോയിട്ടും ആ ക്വാർട്ടേഴ്സ് ഒഴിഞ്ഞു കൊടുത്തിട്ടില്ലെന്ന്. അപ്പോൾ അതെ, അപ്പോൾ അയാൾ എന്തിനാ ക്വാർട്ടേഴ്സിൽ ഇട്ടേക്കുന്നത്? അയാൾ പാർട്ടിയുടെ സംരക്ഷണം ഉണ്ടായിരുന്ന ആളാണ്. അതെ, പാർട്ടിയുടെ സംരക്ഷണം ഉണ്ടോ ഇന്നലെ അനിൽ പറഞ്ഞപ്പോഴേ മനസ്സിലായില്ല. നമ്മുടെ ചിഞ്ചുറാണി പറഞ്ഞപ്പോഴേ മനസ്സിലായില്ല. ഇന്നാന്നല്ലേ ഡീനെ മോശമെന്ന് പറഞ്ഞു. ഇത്രയുമായിട്ടും എന്തിനാണ് ഈ ആശ്രയെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു ക്രിമിനൽ അല്ലേ അയാൾ? ക്രിമിനൽ കേസ് പ്രതിയല്ലേ? തെളിയിക്കാതിരിക്കാം ഇവർക്ക്. കോടതിയിൽ വിടിയിക്കാം. വലിയ വക്കീൽമാരെ കൊണ്ടുവരാം. അങ്ങനെയാണല്ലോ വലിയ വക്കീൽമാരെയൊക്കെ അല്ലേ TP കേസിൽ വെച്ച് വാദിപ്പിച്ചത്. രമയുടെ ഭാഗം കീഴ്ക്കോടതിയിൽ വാദിച്ച ആൾ തന്നെയാണ് വാദിച്ചത്. ഇവർ വലിയ പൈസയൊക്കെ കൊടുത്താണ് കൊണ്ടുവരുന്നത്. ബൂർഷ്വാ പാർട്ടിയായി പ്രോലിറ്റേറിയൻ പാർട്ടി. കഷ്ടമാണ്. പണ്ടൊക്കെ ഈ തൊഴിലാളികളെയൊക്കെ തല്ലിയിട്ട് ജന്മിമാരൊക്കെ എങ്ങനെയാണ് പെരുമാറിയിരുന്നതെന്ന് വെച്ചാൽ അതുപോലെയാണ് ഈ പാർട്ടിയുടെ നേതാക്കൾ പ്രമാണിമാര് ബൂർഷ്വകളായിട്ടാണ് പെരുമാറുന്നത്. ഇപ്പം ഇതിനെ സാരത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറയാം, മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയൊരു പടം ഉണ്ടല്ലോ ഭ്രമയുഗം. അതിനകത്ത് കാണിക്കുന്നത് തന്നെ. കാരണം സാറിപ്പ് പറഞ്ഞില്ലേ, പണ്ട് ഈ ജന്മിത്വത്തിനെതിരെ പോരാടിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ ജന്മിത്വത്തിലേക്ക് വന്നു പറഞ്ഞില്ലേ. ഇതിനകത്ത് കാണിക്കുന്നത് സിംബോളിക്കായിട്ട് കാണിക്കുന്ന സാധനം ഇതാ പ്രമേയം എന്ന് പറഞ്ഞാൽ ആര് ജന്മിത്വത്തെ എതിർത്ത് തോൽപ്പിച്ചോ അവൻ പിന്നെ ജന്മിയാവുന്ന ഒരവസ്ഥ. ആ അവസ്ഥയിലേക്കാണ് പോകുന്നതെന്നാണ് സാർ പറഞ്ഞത്. എന്തുവായാലും ഇത്തരം തോന്നിവാസങ്ങൾ അത് ആർഷോ ആയാലും ഏത് പൂർഷോ ആയാലും അത് കേരളത്തിൽ അനുവദിക്കുന്ന ആരായാലും ആ നാളെ കാലത്തെ ആ ഇങ്ങനെ ഒരാൾ ആ പ്രസ്ഥാനത്തിന് കളങ്കമാണ്, കറുത്ത പാടാണ്, അപമാനം. അപ്പം അത് ആ പ്രസ്ഥാനം മനസ്സിലാക്കി അവരെ ഒഴിവാക്കി പോയാൽ വളരെ കാലങ്ങൾ കൊണ്ട് കെട്ടിപ്പടുത്ത ഒരു പ്രസ്ഥാനം വീണ്ടും നിലനിന്ന് പോവും. അല്ലെങ്കിൽ ഈ പ്രസ്ഥാനമൊക്കെ തറകിൽ വീണ് പോകുന്ന ഒരവസ്ഥയിലേക്ക് വരും എന്ന് നമുക്ക് ഈ അവസരത്തിൽ വിചാരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.